അല്ല, ഇങ്ങനെ ആരും സമ്മതിച്ചു കൊടുക്കുന്ന പരിപാടിയല്ലേ ഇത്? അല്ലെന്ന് ഇവിടെ ഇത്ര ഇടയില്ലാത്തടത്താണ് പോട്ടെന്ന് വെക്കാം. ഏതാ വണ്ടി പുറകോട്ട് കൂട്ടണം. അല്ലെന്ന് ഈ തടി ഇവർക്ക് ഇത്രയും വലിച്ചു കയറ്റാന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് ഒതുക്കരുത്. ഇത്രയും സ്പേസ് ഇവിടെ കിടക്കുന്നല്ലേ. ആയിക്കോട്ടെന്ന്. ഇതിപ്പം ഇതുകൊണ്ട് ഇത്ര ഒന്നര പേർക്ക് ഒരു ആശുപത്രി കേസായിട്ട് വന്നു എന്നെ എടുക്കും. ഇതിപ്പം നമ്മുടെ മുള്ളുവേലി അങ്ങ് വരെ പോയിട്ടുണ്ടോ? ഇവിടം വരെ. അപ്പൊ ഇനി ഇത് ബാക്കി കൂടെ പോവായിരിക്കും ഇത് കയറ്റുമ്പോഴത്തേന്. അല്ല, ഇവര് ചെയ്തു തരാന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. മറ്റേ വണ്ടി അവിടുത്തെ പോസ്റ്റിന്റെ. അല്ല, ഇവര് ചെയ്തു തരാന്നാണോ പറഞ്ഞിരിക്കുന്നത് ഈ മുള്ളുവേലി? അതെല്ലാം ഞങ്ങൾ ഏറ്റിട്ടുണ്ട്, ചെയ്തെന്നുള്ള ഞാൻ പറഞ്ഞു. വരുമ്പോൾ ഇതെല്ലാം ചെയ്തിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മീനിടം ഗ്രാമപഞ്ചായത്തിന്റെ 14-ാം വാർഡിലാണ്. എന്റെ തൊട്ട് പുറകെ കാണിച്ചിരിക്കുന്ന ഒരു തോന്നിവാസം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കണ്ടോ. ഇവിടെ കുറെ വീട്ടുകാരുള്ള ഒരു തടിക്കച്ചവടം നടത്തിയിട്ട് തടി കൊണ്ടിട്ടിരിക്കുന്നതാണ്. ഒരു മനുഷ്യനും ആ വഴി നടന്നു പോകാൻ പറ്റില്ല. ഇവിടെയാണ് 2-3 പേര് ആശുപത്രി കേസായിട്ടൊക്കെ ആയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടതാണ്. ഇപ്പം 4-5 ദിവസമായി ഈ വഴിയിൽ ഇങ്ങനെ തന്നെ ഇട്ടേക്കുക. നിങ്ങൾ ബാക്കി ദൃശ്യങ്ങളൊന്ന് കണ്ടു. ഇത് മീനിടം ഗ്രാമപഞ്ചായത്തില് പുത്തമ്പരപ്പടിക്ക് സമീപം സെന്റ് ജോൺസ് പള്ളിയുടെ അങ്ങോട്ട് പോകുന്ന റോഡാണ്. ഇത് മീനിടം ഗ്രാമപഞ്ചായത്തിന്റെ 14-ാം വാർഡിൽപ്പെട്ട സ്ഥലമാണ്. അപ്പം ഇവിടെയാണ് ഈ സംഭവം. അല്ല, ഇവര് ചെയ്തു തരാന്നാണോ പറഞ്ഞിരിക്കുന്നത് ഈ മുള്ളുവേലി? അതെല്ലാം ഞങ്ങൾ ഏറ്റിട്ടുണ്ട്, ചെയ്തെന്നുള്ള ഞാൻ പറഞ്ഞു. വരുമ്പോൾ ഇതെല്ലാം ചെയ്തിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അവരോടും പറഞ്ഞു വഴിയെല്ലാം ഇതിന് തൊട്ട് താഴെ കുറച്ച് വീട്ടുകാർ താമസിക്കുന്നതാണ്. അപ്പോൾ ആ സൈഡിലൊരു തോട്ടത്തിൽ നിന്ന് വെട്ടിക്കൊണ്ട് വന്ന തടിയാണ്. നിങ്ങൾക്ക് കാണാം ഉണ്ടോ, ഇത്രയും വലിപ്പമുള്ള തടിയാണ്. ഈ റോഡിന് ഇവർ വിലങ്ങനെ ഇട്ടിട്ട് ഒരാൾക്ക് ഇതിലെ നടന്നു പോകാൻ മേല. പ്രായമുള്ള ആൾക്കാരുണ്ട്, അവരൊന്നും വീടിന് വെളിയിൽ ഇറങ്ങാൻ മേലാതെ കഴിയുകയാണ്. ഇന്നിപ്പോൾ 5 ദിവസത്തിലേക്ക് കിടക്കുകയാണ് ഇതുപോലെ ഇവർ ഈ തോന്നിവാസം കാണിച്ചിട്ട്. ഇത് മീനിടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും എല്ലാം പെട്ടെന്ന് ഇടപെടേണ്ട കാര്യമാണ്. ഒരു ഗതാഗതം തടസ്സപ്പെടുത്തി ഇത് കാണിക്കുന്നത് ഇതുപോലെയുള്ള തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആ സൈഡിലെ വേലിക്കല്ല് മുഴുവൻ അവരുടെ പോയിരിക്കുകയാണ്. കണ്ടോ, ഇതിനെ ഒന്ന് കടന്നു പോകണം. ഞാൻ തന്നെ ഒന്ന് കടന്നു വരാൻ തന്നെ പാടുപെട്ടു. അവർക്ക് ഒരു 1-2 പേര് ഈ വീട്ടിൻ്റെ തൊട്ട് താഴെ താമസിക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെല്ലാം 2-3 പേര് ആശുപത്രിയിലൊക്കെ പോകേണ്ടവരാ. അവരിപ്പോൾ പോകുന്നില്ല, കാരണം ഇതിലെ ഇറങ്ങിപ്പോകാൻ. പെണ്ണുങ്ങൾ എങ്ങനെ ഇതിലെ ഒന്ന് ഇറങ്ങിപ്പോകുന്നു ഓർത്ത് നോക്കി. ഇവർക്ക് വേറെ ഒരു വഴിയില്ല ഇതിൽ ഇറങ്ങിപ്പോകാൻ. വേറെ ഒരു യാത്രാ സൗകര്യമുള്ള വഴിയൊന്നുമില്ല. ഈ അടുത്ത കാലത്താണ് ഇവർ 10-30,000 രൂപ മുടക്കി ഈ റോഡ് മെയിൻ്റെനൻസ് ചെയ്തതാണ്, അത്യാവശ്യം ഒന്ന് വണ്ടി ഇറങ്ങിപ്പോരാൻ വേണ്ടി. അപ്പം ആ റോഡാണ് ഇതിലെ തടിയും കൊണ്ട് വന്നപ്പോഴത്തേന് ആ റോഡ് മുഴുവൻ പോയി. അപ്പോൾ ഇത് ഇവർ ചെയ്തു കൊടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മിക്ക സ്ഥലത്തും ഇതുപോലെ തടി വെട്ടിക്കൊണ്ട് അവർ പോകുന്നതല്ലാതെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടില്ലേ, PW റോഡ് പോലും കുഴിച്ചപ്പോഴത്തേന് MLA ഇടപെട്ടപ്പോഴത്തേന് ഒറ്റ ദിവസം കൊണ്ട് ആ കുഴി എടുത്തത്ര മൂടി അവർക്ക് ഗതാഗതം തുറന്നു കൊടുക്കത്തക്ക രീതിയാണ്. ഈ പറമ്പിൽ നിന്നാണ് ഈ തടിയെല്ലാം വെട്ടിക്കൊണ്ട് പോയതുണ്ട്. ഇവിടെ എല്ലാം കിടക്കുന്നുണ്ടോ. ഇവിടെയാണ് കുറച്ച് വീട്ടുകാർ താമസിക്കുന്നത്. ഇവർക്ക് വേറെ ഒരു നിർവാഹവും ഇല്ല. ഇവരെന്നോട് പലരോടും പറഞ്ഞ് മടുത്തെന്ന് പറഞ്ഞ്. ഈ വാർഡ് മീനിടം ഗ്രാമപഞ്ചായത്തിൻ്റെ 14-ാം വാർഡാണ്. ഇവിടുത്തെ മെമ്പർ ഏലിയാമ്മ മത്തായി. അപ്പം മെമ്പറോട് ഇവർ പറഞ്ഞപ്പം മെമ്പർ പറഞ്ഞത് ഈ പറമ്പിൻ്റെ തടിയുടെ ഉടമസ്ഥൻ്റെ വീട്ടുകാരുമായിട്ട് നിങ്ങൾ സംസാരിക്കാനാണ് പറഞ്ഞത്. എന്നാൽ ജനപ്രതിനിധി എന്ന് പറയുന്നത് ജനങ്ങൾ ഇതുപോലൊരു ആവശ്യം വന്നു കഴിയുമ്പം അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയാണ് നിങ്ങളെയൊക്കെ ഈ വാർഡ് മെമ്പർ ആക്കിയിരിക്കുന്നത്. അല്ലാതെ അവരോട് പോയി ഇവരോട് പോയി സംസാരിക്കാൻ പറയാൻ വേണ്ടി അല്ല. കണ്ടോ, ഇതുപോലെയുള്ള ഇതുണ്ട്. ഇവിടെ എത്ര വീട്ടുകാരുണ്ടോ നിങ്ങൾ നോക്കിയേ. ഇവർക്കൊക്കെ ആകെ ആശ്രയം എന്ന് പറയുന്നത് ഈ വഴിയാണ്. അവർ ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ പരാതി മടുത്തെന്ന് പറഞ്ഞു. കാരണം എന്നാ ചെയ്യാൻ പറ്റും, ഇനിയിപ്പോൾ അവരെന്ന് കൊണ്ടുപോയാൽ അതുവരെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുമല്ല. ഇത് എത്രയും പെട്ടെന്ന് മീനിടം ഗ്രാമപഞ്ചായത്ത് ഇടപെടണം. ഇതിൻ്റെ അകത്ത് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഇടപെടണം. ഇത് ഒരു സൈഡിലോട്ട് ഇത് മുകളിലോട്ട് JCBക്ക് ഇവർ എന്നേലും കൊണ്ടുപോട്ടെ. അവിടെ മുകളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അങ്ങോട്ട് മാറ്റിയിട്ട് അവർക്കൊരു ആശുപത്രി ആവശ്യം വന്നാൽ എന്ത് ചെയ്യും രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ? ഇപ്പോൾ ഈ തടിയുടെ മുകളിൽ കൂടെ കയറിയിട്ട് വേണം, അതും വീഴാതെ കടന്നു പോകണമെങ്കിൽ വലിയ പാടാണ്. ആ പരുവ
ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് MLAയുടെ ഓഫീസ് തന്നെ ഇതിൻ്റെ അകത്ത് തീരുമാനം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. അടിയന്തരമായിട്ട് ഇത് ഒരു പൊതുജനങ്ങളുടെ ഒരു ആവശ്യമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം അടച്ചുകൊണ്ടല്ലേ തടിക്കച്ചവടം.